ലോകം ഒന്നടങ്കം കാത്തിരുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് കളമൊരുങ്ങി. പ്രീ ക്വാർട്ടറിലെ ആവേശ പോരാട്ടങ്ങൾക്കും നാടകീയ നിമിഷങ്ങൾക്കും ഒടുവിൽ അവസാന എട്ടിലേക്ക് യോഗ്യത നേടിയ 8 ടീമുകളുടെ കൃത്യമായ ലൈനപ്പും സമയക്രമവും പുറത്തുവന്നു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ്, സ്പെയിൻ, യൂറോപ്യൻ ശക്തികളായ ഇംഗ്ലണ്ട്, ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, പോരാട്ട വീര്യവുമായി നോർവേ, ആഫ്രിക്കൻ കരുത്തു കാണിച്ച് മൊറോക്കോ എന്നിവരാണ് ഇത്തവണ ലോക കിരീടത്തിനായി മാറ്റുരയ്ക്കുന്നത്. ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ ജൂലൈ 10 വെള്ളിയാഴ്ച പുലർച്ചെ 1:30. ക്വാർട്ടർ ഫൈനലിലെ ആദ്യ പോരാട്ടത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ പ്രതീക്ഷയായ മൊറോക്കോയെ നേരിടും. കിലിയൻ എംബാപ്പയുടെ മികവിൽ കുതിക്കുന്ന ഫ്രാൻസിന് അച്ചടക്കമുള്ള പ്രതിരോധവും അതിവേഗ കൗണ്ടർ അറ്റാക്കുകളും പുറത്തെടുക്കുന്ന മൊറോക്കോ വലിയ വെല്ലുവിളിയാകും. 2022 ലോകകപ്പ് സെമി ഫൈനലിൽ ഫ്രാൻസിനോടേറ്റ തോൽവിക്ക് പകരം വീട്ടാനുറച്ചാകും മൊറോക്കോ കളത്തിലിറങ്ങുന്നത്. സ്പെയിൻ വേഴ്സസ് ബെൽജിയം ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30. യൂറോപ്പിലെ സൂപ്പർ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ് രണ്ടാം ക്വാർട്ടറിൽ ആരാധകരെ കാത്തിരിക്കുന്നത്. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിനെ വീഴ്ത്തിയെത്തുന്ന സ്പെയിൻ ഇത്തവണ മികച്ച ഫോമിലാണ്. ആതിഥേയരായ അമേരിക്കയുടെ സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചെത്തുന്ന ബെൽജിയവും ഒട്ടും പിന്നിലല്ല. പന്ത് കൈവശം വെച്ച് കളിക്കുന്ന സ്പെയിനും അതിവേഗ ആക്രമണങ്ങൾ നടത്തുന്ന ബെൽജിയവും തമ്മിലുള്ള പോരാട്ടം ആവേശകരമാകും. നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് ജൂലൈ 12 ഞായറാഴ്ച പുലർച്ചെ 2:30. മൂന്നാം ക്വാർട്ടർ ഫൈനലിൽ ഹാരി കെയ്ൻ നയിക്കുന്ന ഇംഗ്ലണ്ടും സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹളാൻഡിന്റെ നോർവേയും കൊമ്പുകോർക്കും. മികച്ച ഫിസിക്കൽ ഗെയിമും ഒത്തൊരുമയും കൊണ്ട് ശ്രദ്ധേയമായ നോർവേ ഇത്തവണ വലിയ അത്ഭുതങ്ങളാണ് കാണിക്കുന്നത്. ഹസാർഡിനെ പൂട്ടി കളി സ്വന്തമാക്കുക എന്നതായിരിക്കും ഇംഗ്ലീഷ് പ്രതിരോധ നിരയുടെ പ്രധാന ലക്ഷ്യം. അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് ജൂലൈ 12 ഞായറാഴ്ച രാവിലെ 6:30. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഈജിപ്തിനെതിരായ നാടകീയ തിരിച്ചുവരവിലൂടെ ക്വാർട്ടറിലെത്തിയ അർജന്റീനയ്ക്ക് സ്വിസ് പട എളുപ്പമുള്ള എതിരാളികളാവില്ല. കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തി 72 വർഷങ്ങൾക്കു ശേഷമാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിലെത്തുന്നത്. മെസ്സിയുടെ മാന്ത്രികതയെ മാത്രം ആശ്രയിക്കുന്ന അർജന്റീനയ്ക്ക് സ്വിസ് പ്രതിരോധം കടമ്പയാകും. ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ അർജന്റീന പ്രതിരോധത്തിൽ ചില പിഴവുകൾ വരുത്തുന്നുണ്ട്. ഈജിപ്തിനെതിരെ 2 ഗോളുകൾ വഴങ്ങിയ ശേഷമുള്ള തിരിച്ചുവരവ് ആത്മവിശ്വാസം ഉയർത്തിയെങ്കിലും മെസ്സിക്ക് പുറമെ ലൗട്ടാരോ മാർട്ടിനസും ജൂലിയൻ അൽവാരാസും ഗോൾ കണ്ടെത്തേണ്ടത് ക്വാർട്ടറിൽ അത്യന്താപേക്ഷിതമാണ്. മറുഭാഗത്ത് യുവത്വവും പരിചയസമ്പത്തും കൃത്യമായി സമന്വയിപ്പിച്ച സ്പെയിൻ ടൂർണമെന്റിലെ ഏറ്റവും കരുത്തുറ്റ ടീമുകളിലൊന്നാണ്. വിംഗ് പ്ലേയും പ്രസിംഗും കൊണ്ട് കളിയുടെ ഗതി നിയന്ത്രിക്കാൻ സ്പെയിനിന് സാധിക്കുന്നുണ്ടെങ്കിലും ബെൽജിയത്തിന്റെ അനുഭവസമ്പന്നമായ മധ്യനിരയെ മറികടക്കുക അവർക്ക് കഠിനമായിരിക്കും. ഫ്രാൻസിന്റെ ആക്രമണ നിര ഏത് പ്രതിരോധത്തെയും തകർക്കാൻ പോന്നതാണ്. എംബാപ്പെ മികച്ച ഫോമിലാണ് എന്നത് ഡിഷാംസിന്റെ സംഘത്തിന് ആത്മവിശ്വാസം നൽകുന്നു. എങ്കിലും എതിരാളികളുടെ പിഴവുകളെ മുതലാക്കുന്നതിൽ മിടുക്കരായ മൊറോക്കോക്കെതിരെ ഫ്രാൻസിന് ജാഗ്രത പാലിക്കേണ്ടി വരും. കിരീട സാധ്യതയിൽ മുന്നിലുള്ള ഇംഗ്ലണ്ടിന് മികച്ച ടീം കരുത്തുണ്ടെങ്കിലും എർലിംഗ് ഹളാൻഡ് എന്ന ഗോളടി യന്ത്രത്തെ ഭയക്കേണ്ടതുണ്ട്.